എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. സർക്കാരിന്റെ ഒരു ഇരട്ടത്താപ്പ് തന്നെ നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഇത് കൂടുതലായിട്ടുള്ള ലാഭം സർക്കാരിനുണ്ടായിട്ടും ക്ഷേമ പെൻഷൻ തുക സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സാധാരണക്കാരായിട്ടുള്ള എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക. നമുക്കറിയാം, ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് പെൻഷൻ തുക ഇപ്പോൾ 4 മാസത്തെ പെൻഡിങ്ങിലാണ്. ഈ മാസം അവസാനിക്കുമ്പോൾ വീണ്ടും 5 മാസത്തെ പെൻഷൻ തുക പെൻഡിങ്ങിലേക്ക് വരികയാണ്. അപ്പോൾ 2 മാസത്തെ പെൻഷൻ തുക എങ്കിലും വിതരണം ചെയ്യുവാനുള്ള നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആലോചിക്കുകയും ഇതിന്റെ പ്രതിഷേധങ്ങൾ ഫലം കാണുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊന്നുമല്ലാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. പെൻഷൻ മസ്റ്ററിങ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. പെൻഷൻ മസ്റ്ററിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് തന്നെയാണ്, അല്ലെങ്കിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതിന്റെ യഥാർത്ഥ അർഹരാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ പെൻഷൻ മസ്റ്ററിങ് പൂർത്തിയാക്കുന്നത്. ഈ ഒരു പെൻഷൻ മസ്റ്ററിങ് പൂർത്തിയാക്കിയപ്പോൾ സംസ്ഥാന സർക്കാരിന് ഏകദേശം 80 കോടി രൂപ ലാഭം ലഭിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ലഭിക്കുന്നത്. മസ്റ്ററിംഗ് പൂർത്തിയായതോടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിൽ പ്രതിമാസം സർക്കാരിന് ലാഭം 80 കോടി രൂപയാണ്. 2023 ജനുവരിയിൽ 766.58 കോടി രൂപയായിരുന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷനായി സംസ്ഥാനത്ത് വിതരണം ചെയ്തിരുന്നത് ഓരോ മാസവും. പക്ഷേ മസ്റ്ററിംഗ് ഓഗസ്റ്റ് 31 തീയതിയാണ് പൂർത്തിയാക്കിയത്. ഈ ഒരു മസ്റ്ററിംഗ് പൂർത്തിയായതോടുകൂടി ഇത് 686.31 കോടി രൂപയായിട്ട് കുറഞ്ഞു. അതായത് ഏകദേശം 80 കോടി രൂപ സംസ്ഥാന സർക്കാരിന് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് കണ്ടെത്തിയാൽ മതിയായിരുന്നു. പക്ഷേ മസ്റ്ററിംഗ് ചെയ്യാത്തതിനാൽ 6,81,181 പേരുടെ പെൻഷൻ തടഞ്ഞുവെന്നും വിവരാവകാശ രേഖ പ്രകാരം ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. മാത്രമല്ല, ഒരു വാർഡിൽ നിന്ന് പുറത്തായത് ശരാശരി 40 ആളുകൾ അല്ലെങ്കിൽ 46 ആളുകൾ വരെയാണ്. കർഷക തൊഴിലാളി പെൻഷൻ വാങ്ങിയിരുന്ന 3.25 ലക്ഷം പേരിൽ 43,750 പേരും, ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങിയിരുന്ന 26.94 ലക്ഷം പേരിൽ 3.46 ലക്ഷം പേരും, ഇന്ദിരാഗാന്ധി ദേശീയ ഡിസബിലിറ്റി പെൻഷൻ വാങ്ങിയിരുന്ന 3.78 ലക്ഷം പേരിൽ 59,011 പേരും, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾക്കുള്ള പെൻഷൻ വാങ്ങിയിരുന്നവരിൽ 10,544 പേരും, ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ വാങ്ങിയിരുന്നവരിൽ 2.21 ലക്ഷം പേരുമാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. ഇത്രയും ആളുകൾ പുറത്താവുകയും ഇത്രയും വലിയ പണം ലാഭം കിട്ടുകയും ചെയ്തിട്ടും സംസ്ഥാന സർക്കാർ ഈ പാവങ്ങളുടെ പെൻഷൻ തുക എന്തുകൊണ്ട് വിതരണം ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഇതിനുവേണ്ടി പലരും നിരത്തുകളിൽ അല്ലെങ്കിൽ റോഡുകളിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഇനിയും വരാനിരിക്കുകയാണ്. സർക്കാർ ഇതിനൊക്കെ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. മാത്രമല്ല, പെട്രോളിന്റെയും ഡീസലിന്റെയും 2 രൂപ വീതം സെസ് പിരിക്കുന്നു, മറ്റുള്ള രീതിയിലുള്ള വരുമാനങ്ങൾ ഉണ്ടാകുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ കടമെടുത്തുകൊണ്ട് മാത്രം ഈ ഒരു രീതിയിൽ പെൻഷൻ വിതരണം ചെയ്യുവാൻ സാധിക്കൂ എന്നുള്ളത് മുട്ടാപ്പോക്ക് നയം മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. എന്തുതന്നെയായാലും പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പ് തന്നെയാണിത്.